അപ്പം ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് HTTP ക്ലയൻറ്റിൻ്റെ തന്നെ രണ്ട് ടോപ്പിക്കുകളാണ്. രണ്ട് മൂന്ന് ടോപ്പിക്കുകൾ നമ്മൾ കവർ ചെയ്യുന്നുണ്ട്. അതിനകത്ത് നമ്മൾ മേക്ക് റിക്വസ്റ്റ് എന്നതിൻ്റെ സബ് ടൈപ്പാണ്. നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വാല്യൂസ് ആണ് നമുക്ക് ബോഡിയിൽ മ്യൂട്ടേഷൻ റിക്വസ്റ്റിൽ അല്ലെങ്കിൽ പോസ്റ്റ് റിക്വസ്റ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് നമ്മൾ ഈ HTTP പോസ്റ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ബോഡി ടൈപ്പ് തന്നെ പല ടൈപ്പ് കൊടുക്കാൻ പറ്റും. സ്ട്രിങ് കൊടുക്കാൻ പറ്റും. അപ്പം സീരിയലൈസ് ചെയ്യുന്ന പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ടാണ്. നമ്പർ, ബൂളിയൻ, അറേ, പ്ലെയിൻ ഒബ്ജക്റ്റ് ഇതെല്ലാം ജെയ്സൺ ഒബ്ജക്റ്റ് ആയിട്ട് സീരിയലൈസ് ചെയ്യും. അറേ ബഫർ റോ ഡേറ്റ ഫ്രം ബഫർ ആയിരിക്കും. ബ്ലോബ് കൊടുത്തു കഴിഞ്ഞാൽ ബ്ലോബ് കണ്ടന്റ് ടൈപ്പ് ആവും. ഫോം ഡേറ്റ കൊടുക്കാം, HTTP പാരം or URL സെർച്ച് പാരംസ്. അങ്ങനെ പല ടൈപ്പ് ഓഫ് ഡേറ്റ നമുക്ക് ബോഡിയിൽ കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിനകത്ത് രണ്ടെണ്ണം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ ലൈവിൽ എഴുതും. അപ്പോൾ ഇതിനകത്ത് വരുന്നത് ഈ ജെയ്സൺ ആയിട്ട് പാസ് ചെയ്യാണ്. ഇപ്പം ഇവിടെ ജെയ്സൺ ആയിട്ട് ആലിസും നെയിം ആലിസ് ഏജ് 30 കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് HTTP പോസ്റ്റ് ബോഡി HTTP പോസ്റ്റ് അതിനകത്ത് ഡിഫോൾട്ട് ടൈപ്പ് ആണ്. നമ്മൾ ടൈപ്പ് ഒന്നും കണ്ടന്റ് ടൈപ്പ് ഒന്നും നമ്മളിവിടെ കൊടുക്കുന്നില്ല. ഹെഡേഴ്സിൽ പാസ് ചെയ്യുന്നത് ബോഡി ആയിട്ടാണ്. ഇതിനകത്ത് നമ്മൾ റെസ്പോൺസ് ഫ്രം ഇതിനകത്ത് എന്താണോ നമ്മൾ ബോഡി കൊടുക്കുന്നത് ഏകദേശം അതിന് റെസ്പോൺസ് ആയിട്ടും വരും. രണ്ടാമത്തേനാണ് HTTP URL എൻകോഡഡ് പോസ്റ്റ്. അതിനകത്ത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഡമ്മി URL ആണ്. ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ URL ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ഡമ്മി ഡേറ്റ കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഡമ്മി URL എന്ന് പറഞ്ഞത്. അപ്പം നമ്മൾ അതിന് എന്ത് വേണമെങ്കിലും നമുക്ക് പാസ് ചെയ്യാം. ഇപ്പോൾ ബോഡി ടു സ്ട്രിങ് ഇപ്പോൾ ഇവിടെ ചെയ്ത URL സെർച്ച് പാരാംസ് ആയിട്ട് ഇതിനെ എഴുതി അതിനുശേഷം അതിനെ സ്ട്രിങ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ബോഡിയിൽ സെറ്റ് ചെയ്തു. കണ്ടന്റ് ടൈപ്പ് നമ്മൾ application/www ഫോം URL എൻകോഡഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇവിടെ URL സെർച്ച് പാരാംസ് പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഫോം URL എൻകോഡഡ് എന്ന് പറഞ്ഞു കൊടുത്തു. ഇനി ഇത് രണ്ടിൻ്റെയും റെസ്പോൺസ് കാണിക്കാം. ഞാൻ ടെസ്റ്റ് ഓൾ കൊടുക്കുമ്പോൾ ഈ രണ്ടും ഫയർ ചെയ്യും. ആദ്യത്തിനകത്ത് നമുക്ക് പേലോഡ് വരുന്നത് ആലിസ് ഏജ് 30 ആണ്. അതിനകത്ത് റെസ്പോൺസ് എന്ന് പറയുന്നത് ആലിസ് ഏജ് 30 തന്നെയാണ് വരുന്നത്. രണ്ടാമത്തെ കേസിൽ പേലോഡ് വരുമ്പം പേലോഡ് കൊടുക്കുമ്പം കണ്ടോ വ്യൂ സോഴ്സിനകത്ത് ചെറിയ വ്യത്യാസം നെയിം ഈക്വൽ ടു ആലിസ് ആൻഡ് ഏജ് ഈസ് ഈക്വൽ ടു 30 എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുത്തപ്പം ദാറ്റ് റിക്വസ്റ്റ് പേലോഡ് ജെയ്സൺ ഒബ്ജക്റ്റ് ഫോമിലാണെങ്കിൽ ഇവിടെ URL എൻകോഡഡ് ഫോമിൽ വ്യൂ ഇങ്ങനെ വരും വ്യൂ പാസ്റ്റ്. ഇതാണ് URL എൻകോഡഡ് പോസ്റ്റ് എന്ന് പറയുന്നത്. ഇതിനകത്ത് ഹെഡേഴ്സിനകത്ത് നമ്മൾ കൊടുത്ത ഈ റിക്വസ്റ്റ് URL പോസ്റ്റ് മാത്രമേ ഉള്ളൂ. ഇവിടെ താഴെ വന്നിട്ട് നമ്മൾ കണ്ടന്റ് ടൈപ്പ് ആണ് നോക്കുന്നത്. എക്സൺ ഓപ്ഷൻ സെക്യൂരിറ്റി അക്സെപ്റ്റ് കണ്ടന്റ് ടൈപ്പ് നമ്മൾ കൊടുത്ത കണ്ടന്റ് ടൈപ്പ് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മൾ അടുത്തത് ഇത് ജസ്റ്റ് ഡിഫറെൻറ്റ് കണ്ടന്റ് ടൈപ്പ് നമ്മൾ എങ്ങനെ കൊടുക്കും എന്ന് പറഞ്ഞതാണ്. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ചെയ്യാനുള്ളത് എന്ന് പറയുന്ന കണ്ടന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്ലെയിൻ ടെക്സ്റ്റ് ആയിട്ട് നമുക്ക് പാസ് ചെയ്ത് നോക്കാം. ഫോം ഡേറ്റ ആയിട്ടുള്ള നമുക്ക് ആദ്യം പാസ് ചെയ്യാം. ടെക്സ്റ്റ് ഫോം ഡേറ്റ പോസ്റ്റ്. പിന്നെ കുറച്ചൊക്കെ നമ്മുടെ ഗീത കോപ്പൈലറ്റ് എഴുതുന്നതാണ്. കോപ്പൈലറ്റ് ഇത് ഫോം ഡേറ്റ ആയിട്ടാണ് പാസ് ചെയ്തേക്കുന്നത്. പക്ഷെ ഞാനിവിടെ ഫോം ഡേറ്റ ആയിട്ട് പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരു ഫോം ഡേറ്റ ആണെങ്കിൽ ഫോം ഡേറ്റയുടെ പാസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫയലാണ്. ഈ ഫയൽ നമുക്ക് പാസ് ചെയ്ത് നോക്കാം. കൂടുതലും ഫയൽ അപ്ലോഡിലൊക്കെ ആയിരിക്കും നമ്മളിത് ഫോം ഡേറ്റ ആയിട്ട് പാസ് ചെയ്യുക കൂടുതലും. അപ്പം അതുകൊണ്ട് അത് സിമുലേറ്റ് ചെയ്തിട്ടാണ് ഫയൽ നെയിം ഫയൽ കണ്ടന്റ് ടെക്സ്റ്റ്. ഇപ്പോൾ ഇവിടെ ടൈപ്പ് നമുക്ക് ടെക്സ്റ്റ് -plain example.txt ഇതൊരു ഫയൽ കണ്ടന്റ് ആണ്. ഈ ഫയൽ കണ്ടന്റ് ഞാൻ ഹലോ വേൾഡ് എന്ന് കൊടുക്കുകയാണ്.
ഇപ്പം അപ്പൻഡ് ചെയ്ത് കൊടുക്കുന്ന ഫയലാണ് ന്യൂ ബ്ലോബ് ആണ് ഇവിടെ എഴുതിയേക്കുന്നത്. ബ്ലോബ് എന്ന് പറയുമ്പോൾ ബ്ലോബ് ടൈപ്പിനകത്ത് നമ്മൾ പറയുന്നു കണ്ടന്റ് എന്ന് പറയുന്നത് ഹലോവും ടൈപ്പ് എന്ന് പറയുന്നത് text/plain ആണ്. Blob interface represent a blob which is file-like object immutable raw type that can be read as text or binary data or convert into readable stream, so its method can be used for processing the data. ഒരു കൂടുതലും ഫയൽ പാർട്ടായിട്ടോ അല്ലെങ്കിൽ ഓപ്ഷൻസ് ഒക്കെ ആയിട്ട് നമ്മളിത് പാസ് ചെയ്യും. അതായത് ആദ്യം നമ്മൾ ബ്ലോബ് പാർട്ടാണ് ഈ ഹലോ വേൾഡ് എന്ന് പറയുന്നത് ബ്ലോബ് പാർട്ട് അല്ലെങ്കിൽ കണ്ടന്റ് ആണ്. അതിന്റെ ടൈപ്പ് എന്താണോ അതാണ് നമ്മൾ രണ്ടാമത് പാസ് ചെയ്തേക്കുന്നത്. ഇനി ഉള്ളതെന്ന് പറയുന്നത് ഇതിനകത്ത് നമ്മൾ പോസ്റ്റിനകത്ത് ഈ ഫോം ഡേറ്റ പാസ് ചെയ്തു. അതിന് ഫോം ഡേറ്റ പാസ് ചെയ്തു. അതിനുശേഷം സബ്സ്ക്രൈബ് ചെയ്തിട്ട് റെസ്പോൺസ് ഫ്രം ടെസ്റ്റ് ഫോം ഡേറ്റ. ഇതെന്താ എറർ കാണിക്കുന്നത്? cannot find the name test form data. ഇതിവിടെ ഓക്കെ, ഇതിവിടെ ഓക്കെ മേളത്തെ കോളൻ എടുത്തിട്ടുണ്ടാകുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ മേളിൽ വിളിക്കാൻ പോവാണ്. നമുക്ക് ഏത് സിനാരിയോയിലാണ് ഏത് കൂടുതലും നമ്മൾ യൂസ് ചെയ്യുക ജേസൺ ടൈപ്പ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങൾ വിചാരിക്കുക എന്തിനാണ് ചില കേസസിൽ ചിലപ്പോൾ നമുക്കത് ആവശ്യമായിട്ട് വരും. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കണം എന്നല്ല, ഫോം ഡേറ്റ ആയിട്ട് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് നേരത്തെ എഴുതിയതുപോലെ തന്നെ സിമ്പിൾ ഫോം ഡേറ്റ എഴുതാം. അതായത് ഫോം ഡേറ്റ ഡോട്ട് സെറ്റ് എന്ന് പറഞ്ഞിട്ട് നെയിമും ഏജും ഒക്കെ കൊടുക്കാം. പക്ഷെ അതിലും ബെറ്റർ ആയിട്ടുള്ളൊരു എക്സാമ്പിളാണ് ഇത്. ഇത് നമുക്കിവിടെ ടെസ്റ്റ്. ഇപ്പോൾ ഇവിടെ 3 പോസ്റ്റ് വന്നു. ആദ്യത്തിനകത്ത് ആലിസ്, രണ്ടാമത്തേനകത്ത് റാസ്, മൂന്നാമത്തേനകത്ത് വരുന്നത് ഫയലാണ്. വ്യൂ സോഴ്സ് കൊടുക്കുമ്പോൾ ഫയൽ നെയിം എക്സാമ്പിൾ ഡോട്ട് ടെക്സ്റ്റ് ഹലോ വേൾഡ് എന്ന് പറയുന്നത് ഫയലിലെ കണ്ടന്റ് ആണ്. ഇത് ഫയലാണ് ഇവിടെ പാസ് ചെയ്തിരിക്കുന്നത്. റെസ്പോൺസിനകത്ത് ID = 101 എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട്. അതൊരു ഡാം ID സം റെസ്പോൺസ് ഫ്രം ദ ബാക്ക് എൻഡ്. ഫ്രോം എങ്ങോട്ട് URL കൊടുത്തപ്പോൾ കിട്ടിയ ഒരു റെസ്പോൺസ് ആണത്. അപ്പോൾ ഇത് നമുക്ക് ഒരു ഫോം ഡേറ്റ എങ്ങനെ പാസ് ചെയ്യാം എന്നുള്ളതാണ്. ഇനി അടുത്തത് നമുക്ക് HTTP ഹെഡേഴ്സിനകത്ത് കുറച്ച് ചേഞ്ചസ് നോക്കാം. ടെക്സ്റ്റ് റിക്വസ്റ്റ്, ടെസ്റ്റ് പോസ്റ്റ്, അതിനകത്തോട്ട് കോൺസ്റ്റന്റ് ബോഡി എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുക്കുന്നത് ഹലോ ദിസ് എ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം കോൺസ്റ്റന്റ് ഹെഡേഴ്സ് equal to content type equal to text/is equal to new HTTP header of content type equal to text/plain എന്ന് പറഞ്ഞു കൊടുത്തു. അതിനുശേഷം നമ്മൾ ഈ URL ഒന്ന് മാറ്റി പിടിക്കുകയാണേ. https:/httpbin.org/post. httpbin.org/post. അതിനകത്തോട്ട് നമ്മൾ ബോഡി പാസ് ചെയ്തു, ദാറ്റ് ഈസ് ദിസ് ഹലോ ദിസ് എ പ്ലെയിൻ ടെക്സ്റ്റ്. അതിനുശേഷം ഹെഡേഴ്സ് പാസ് ചെയ്തു. അതിനുശേഷം റെസ്പോൺസ് ടൈപ്പ് നാം പാസ് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ആയിട്ടാണ്. റെസ്പോൺസ് ടൈപ്പ് ടെക്സ്റ്റ് ആയിട്ട് പാസ് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്റ്റ് ആയിട്ട് തന്നെ ആൻസർ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഇവിടെയും കേർലി ബ്രേസസിൻ്റെ പ്രശ്നമുണ്ട്. ടെക്സ്റ്റ് എന്നുള്ള സാധനം ഞാൻ തൽക്കാലത്തേക്ക് ബാക്കി 3 കമൻ്റ് ഔട്ട് ചെയ്തിട്ട് ഇത് മാത്രം വിളിക്കാം. കാരണം ബാക്കി 3 നമ്മൾ നേരത്തെ നോക്കിയതാണല്ലോ. അതിനുശേഷം ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ഓൾ എടുത്തു, സേവ് ചെയ്തില്ലേ.
ഒരു സെക്കൻഡ്. ഓക്കെ, ഡിക്ലറേഷൻ ഉണ്ട്, എറർ ഉണ്ട്. ഓക്കെ, വാട്ട് ഇസ് ദാറ്റ്? ഡിക്ലറേഷൻ ഓർ സ്റ്റേറ്റ്മെന്റ് എക്സ്പെക്റ്റഡ് എന്താണ്? ഇത് ഇവിടെ എൻഡ് ചെയ്തു. ഓക്കെ, പോസ്റ്റ് വന്നു. പോസ്റ്റിനകത്ത് ഹലോ ദിസ് ഇസ് എ പ്ലെയിൻ ടെക്സ്റ്റ്. റെസ്പോൺസിനകത്ത് ഒന്നും വരുന്നില്ല. കൺസോളിനകത്ത് റെസ്പോൺസ് ഫ്രം പോസ്റ്റ് റിക്വസ്റ്റ്, അതിനകത്ത് നമുക്ക് കിട്ടിയ റെസ്പോൺസ് ഇതാണ്. റെസ്പോൺസ് ഡോട്ട് ഡേറ്റയ്ക്കകത്ത് ഹലോ ദിസ് ഇസ് എ പ്ലെയിൻ ടെക്സ്റ്റ് മെസ്സേജസ് എന്ന് പറഞ്ഞ് ഉണ്ട് നമ്മൾ കൺസോൾ ലോക്ക് ചെയ്തതിനകത്ത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ റെസ്പോൺസ് ഡോട്ട് ഡേറ്റ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടെക്സ്റ്റ് എന്താണോ ആ ടെക്സ്റ്റ് അങ്ങോട്ട് വരും. ഇതാണ് ടെക്സ്റ്റ് പോസ്റ്റ് മെസ്സേജ്. ഇനിയും നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ബൈനറി പോസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒക്ടൽ സ്ട്രീം ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നാം ചെയ്യാൻ പോകുന്നത് പറഞ്ഞാൽ നമ്മളിപ്പോൾ എഴുതിയത് കോപ്പി പേസ്റ്റ് ചെയ്യാൻ പോവാണ് ഞാൻ. അതിനുശേഷം ഇതിൻ്റെ പേര് മാറ്റി കൊടുക്കുന്നു, ടെസ്റ്റ് ബൈനറി പോസ്റ്റ്. കോൺസ്റ്റന്റ് ഡേറ്റ ഈക്വൽ ടു ന്യൂ യൂണിറ്റ് ഡേറ്റ അറേ ഓഫ് സംതിങ്. ഇവിടുന്ന് ബ്ലോബ് എടുത്തു, ഒരു ബ്ലോബ് ബോഡി എന്ന് പറയുന്നത് ബ്ലോബ് ആക്കി. അതിനുശേഷം കണ്ടന്റ് നമ്മൾ ടൈപ്പ് ആപ്ലിക്കേഷൻ ബ്ലോബ് ബോഡി ഈക്വൽ ടു ന്യൂ ബ്ലോബ് ഓഫ് വേണ്ട, നമുക്ക് കറക്റ്റായിട്ട് പാസ് ചെയ്യേണ്ടത് കൊണ്ട് നമ്മൾ ഡേറ്റ എടുത്തു. ഹെഡേഴ്സിനകത്ത് നമുക്ക് ആപ്ലിക്കേഷൻ സ്ലാഷ് ഒക്ടൽ ട്രീം എന്ന് പറഞ്ഞ് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ബോഡി എന്ന് പറയുന്നത് നമ്മുടെ ഡേറ്റയാണ്. ഡേറ്റ ഡോട്ട് ബഫർ. അതിനുശേഷം ഹെഡേഴ്സ് പാസ് ചെയ്തു. നമുക്ക് റെസ്പോൺസ് ടൈപ്പ് ഇവിടെ കൊടുക്കണ്ട. ലെറ്റ് സി നമുക്ക് എന്താണ് ഔട്ട്പുട്ട് കിട്ടുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ബൈനറി പോസ്റ്റിനെ നമ്മൾ മേലോട്ട് എടുക്കാം. അതിനുശേഷം ഇത് എറർ അടിക്കുകയാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ വന്നിട്ട് ടെസ്റ്റ് ഓൾ അടിക്കുമ്പം റെസ്പോൺസ് ഫ്രം പോസ്റ്റ് റിക്വസ്റ്റ് ഡേറ്റ എന്ന് പറയുന്നത് ഹലോ ആണ്. ഡേറ്റ ഹലോ വിൽ ഗോ ടു നെറ്റ്വർക്ക്. നെറ്റ്വർക്കിനകത്ത് പോസ്റ്റിനകത്ത് പേലോഡ് എന്ന് പറയുന്നത് ഹലോ ആണ്. നമ്മൾ ഹലോ അല്ലല്ലോ പേലോഡ് കൊടുത്തത്. ബൈനറി console.log of data.buffer കൊടുത്തു. ലെറ്റ് സി, റിഫ്രഷ് ചെയ്തു. ആൻഡ് കൺസോൾ എടുത്തു. ബൈനറി 10 എന്ന് പറയുന്നത് ഡേറ്റ ഓഫ് ബഫർ ആണ്, ഐഡി ഓഫ് ബഫർ ആണ്. പക്ഷെ ഇവിടെ പോസ്റ്റ് റിക്വസ്റ്റിൽ നമുക്ക് ഡേറ്റ വരുന്നത് ഹലോ ആണ്. അതെന്താ അങ്ങനെ?
നെറ്റ്വർക്കിൽ പോയി കഴിഞ്ഞാൽ പേലോഡ് ഹലോ സ്ട്രിങ് ഓക്കെ ഇത് സ്ട്രിങ് ഹലോ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള യൂണിറ്റ് 8 അറേ ആണിത് ബഫർ ഐ മീൻ അതിന് റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ള സ്ട്രിങ് ആണ് നമ്മളിവിടെ കൊടുത്തേക്കുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ഡേറ്റ ബഫറിൽ അറേ വന്നേക്കുന്നത് ഓക്കെ അപ്പം ഇത്രേ ഉള്ളൂ നമ്മൾ ടൈപ്സ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബോഡി ടൈപ്പ് ഏതൊക്കെയാണെന്നുള്ളത് കാണിച്ച ഒരു എക്സാമ്പിൾ ഇനി നമുക്കുള്ളത് സെറ്റിംഗ് യുആർഎൽ പാരാമീറ്റർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക്ക് കസ്റ്റം പാരാമീറ്റർ എൻകോഡിംഗ് എന്ന് പറഞ്ഞ വേറൊരു ടോപ്പിക്ക് അങ്ങനെ കുറച്ച് ടോപ്പിക്കുകളുണ്ട് അതെല്ലാം അടുത്ത പല വീഡിയോസായിട്ട് കവർ ചെയ്യുന്നതായിരിക്കും